നഗര കേന്ദ്രീകൃത ബൂത്തുകളിൽ വൻതോതിൽ ലൈനാണ്. മണിക്കൂറുകളോളം നിന്നാണ് ആൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നഗര കേന്ദ്രീകൃത ബൂത്തുകളിൽ അങ്ങനെ തിരക്ക് വേണ്ട കാര്യമില്ല. അവർ സൗകര്യം നോക്കി ഒന്ന് വോട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ് സാധാരണ രീതി. അങ്ങനെ തിക്കും തിരക്കും കൂട്ടുന്ന ആൾക്കാരില്ല. ഇത് ആളുകളുടെ ഒരു ബിഹേവിയർ, അതൊരു വോട്ടിംഗ് ബിഹേവിയർ നമ്മൾ പോളിംഗിൽ വളരെ പ്രധാനമായി ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തോ തീരുമാനിച്ചുറപ്പിച്ച് വന്ന് വോട്ട് ചെയ്യുന്നത് പോലെയാണ്. അത് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ തുടർഭരണം കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ സർക്കാരിനെ മാറ്റാനായിരിക്കും, എന്തോ ആവാം. പക്ഷേ ആളുകൾ വളരെ നിശ്ചയദാർഢ്യത്തോടെ വന്ന് നിന്ന് വോട്ട് ചെയ്യുന്നു. എത്ര മണിക്കൂർ ക്യൂവിൽ നിന്നാലും ആൾക്ക് പ്രശ്നമല്ല. ആളുകൾ തളർന്നു വീഴുന്നുണ്ട്. ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പ്. നല്ല ചൂടാണ്. ആ ചൂടത്തും അതാണ് ഞാൻ പറയുന്നത്. ഞാൻ വോട്ട് ചെയ്യാൻ പോയതൊരു 11:30-ക്കും 1 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ്. നല്ല ചൂടായിരുന്നു. ആ നിൽക്കുന്ന ആൾക്കാർ ക്ഷമയോട് നിൽക്കുന്നു. അത്രയും വലിയ ക്യൂ ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള തണലും ഇല്ല, ഇരിക്കാൻ പോലും സൗകര്യമില്ല. അവിടെ ആൾ നിന്ന് വോട്ട് ചെയ്യുകയാണ്. അതൊരു എന്താണ് ഒരു വോട്ടിംഗ് ബിഹേവിയറായിട്ട് നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ വോട്ടർമാർ ഡിറ്റർമിൻഡാണ്, എന്തോ ഒരു കാര്യത്തിൽ ഡിറ്റർമിൻഡാണ് നമുക്ക് തോന്നും. അത് ചിലപ്പോൾ തരംഗമായേക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏത് തരംഗമായേക്കാം. പക്ഷെ നമുക്കത് പറയാൻ കഴിയില്ല. വോട്ടർമാരെന്തോ കരുതി കൂട്ടിയാണ് ഈ വോട്ട് ചെയ്യുന്നതെന്ന് തീർച്ചയാണ്. സാധാരണ രീതിയിൽ ഗ്രാമപ്രദേശങ്ങളിലെ ബൂത്തുകളിലാണ് ഇങ്ങനെയൊക്കെ കാണാറുള്ളത്, ഈ വലിയ തിരക്ക് കാണും. പക്ഷേ ഇതങ്ങനെയല്ല. നഗരപ്രദേശങ്ങളിലെല്ലാം വലിയ തിരക്ക് കാണുകയാണ്. മറ്റൊന്ന്, ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് 3 മണിക്കാണ് വന്നത്. അതൊരു 60% മുകളിലാണ്. ഇപ്പോൾ ഓരോ ബൂത്തുകളിലും 70-75% മുകളിലാണ് ഇപ്പോൾ ഓരോ ബൂത്തുകളിലെ കണക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം തീർച്ചയായിട്ടും ഒരു 80-നടുത്ത് പോൾ പെർസെൻറ്റേജ് വരാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കാണുന്നത്. അതൊരു മികച്ച ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണ രീതിയിൽ തരംഗമുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ വലിയ പോൾ പെർസെൻറ്റേജ്. ഇപ്പോൾ 2021 LDF തുടർഭരണം കിട്ടിയപ്പോഴും മികച്ച പോൾ പെർസെൻറ്റേജ് തന്നെയായിരുന്നു. അപ്പോൾ അതും നല്ല പോൾ പെർസെൻറ്റേജ് തന്നെയാണ്. അത് SAR നടക്കാത്ത ഇത് വെച്ചിട്ട് തന്നെ അത്രയും നല്ലൊരു പോൾ പെർസെൻറ്റേജ് ആണ്. അതുപോലെ തന്നെയാണ് ഇക്കുറിയും സംഭവിക്കുന്നത്. അതിപ്പോൾ ആർക്ക് ഗുണമാവും ഇല്ല എന്നൊക്കെ നമുക്ക് വോട്ടെണ്ണുമ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷേ വോട്ടർമാർ അത് ഡിറ്റർമിൻഡായിട്ട് വന്ന് വോട്ട് ചെയ്യുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹലുവ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വോട്ടർമാർ വരുന്നത് മാത്രമല്ല, മുതിർന്ന വോട്ടർമാർ തന്നെ ക്യൂവിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പല ബൂത്തുകളിലെ ദൃശ്യങ്ങൾ തന്നെ കണ്ടറിയാം. ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ. പിന്നെ കേരളത്തിൻ്റെ ഇലക്ട്രേറ്റ്സിൽ ഏറ്റവും വലിയ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 39 വയസ്സ് മുതൽ 49 വയസ്സ്, 30 വയസ്സ് വരെ 49 വയസ്സ് വരെയുള്ള വോട്ടർമാരാണ് ഏറ്റവും കൂടുതലുള്ള ഏജ് ഗ്രൂപ്പ്. അവരും പിന്നെ സീനിയർ സിറ്റിസണും കൂടിക്കഴിഞ്ഞാൽ മുതിർന്ന പൗരന്മാരാണ് കൂടുതൽ. അതായത് അഡൾട്ട് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ. അപ്പോൾ ഈ 18 to 30 വയസ്സിനേക്കാൾ കൂടുതലുള്ളത് 30 വയസ്സ് മുതൽ മുകളിലേക്കുള്ളവരാണ് കൂടുതലെന്നിരിക്കെ അവരാണ് വന്ന് നിന്ന് വോട്ട് ചെയ്യുന്നത് ഓർക്കുക. പലതരത്തിൽ ഫിസിക്കലായി തന്നെ വോട്ട് ചെയ്യാൻ വരാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രായമായ ആൾക്കാരാണെങ്കിലും എല്ലാം വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി വന്ന് വോട്ട് ചെയ്യുകയാണ്.